സുഹൃത്തുക്കളെ, ഏവർക്കും നമസ്കാരം. നമ്മളിന്ന് എത്തിയിരിക്കുന്നത് എരുമേലിയിൽ ആണ്. അതായത് നമ്മുടെ നാട്ടിലെ മഴക്കെടുതി മൂലം സർവ്വവും നഷ്ടപ്പെട്ട് ക്യാമ്പിൽ കഴിയുന്ന ആളുകളെ കാണുവാനാണ്. നമ്മൾ ഒരു ചെറിയ സഹായം, ആ സഹായം നമുക്ക് തന്നിരിക്കുന്നത് കൊട്ടാരം ബേക്കറി കാഞ്ഞിരപ്പള്ളി. നമുക്കറിയാം, ഏത് തരത്തിലുള്ള ഭക്ഷണ സാധനങ്ങളും മനോഹരമായിട്ട് നല്ല ടേസ്റ്റോടും അതുപോലെ തന്നെ ഗുണനിലവാരത്തോടും ഈ നാടിന് സമർപ്പിക്കുന്ന ആളുകളാണ് കൊട്ടാരം. അവരെല്ലാ പ്രശ്നങ്ങളിലും ഇതുപോലെ തന്നെ പലതരത്തിലുള്ള വെള്ളപ്പൊക്ക ദുരിതമുണ്ടായപ്പോഴെല്ലാം ജനങ്ങൾക്കൊപ്പം നിന്ന ആളുകളാണ് അവരാണ് നമുക്കിന്ന് കുറച്ച് ബ്രെഡും കാര്യങ്ങളുമൊക്കെ തന്നുവിട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഈ ക്യാമ്പ് സന്ദർശിക്കുവാനും നമ്മുടെ ഒപ്പം ചേരുകയും ഓരോരുത്തരോടും അവരുടെ സങ്കടങ്ങളിൽ പങ്കുചേരുകയും ചെയ്യുന്ന ശ്രീ സുബിച്ചൻ, എരുമേലി BJPയുടെ വെസ്റ്റ് പഞ്ചായത്ത് പ്രസിഡൻ്റാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പൂർണ്ണ പിന്തുണയാണ് നമ്മൾ ഇവിടെ എത്തുവാനും ഇവരെ സന്ദർശിക്കുവാനും ഇവരോടൊപ്പം പങ്കുചേരുവാനും അദ്ദേഹം കൂടിയാണ് വഴിയൊരുക്കിയത്. ഇവരോടൊക്കെ എന്ത് തരത്തിലുള്ള സഹായവും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നും BJPയുടെ ഭാഗത്തുനിന്നും വാഗ്ദാനം ചെയ്ത് രാഷ്ട്രീയത്തിനതീതമായി അത്തരത്തിലൊരു വാഗ്ദാനം നൽകിക്കൊണ്ടായിരുന്നു അദ്ദേഹം അവിടെ നിന്ന് മടങ്ങിയത്. ഓരോരുത്തരുടെയും അദ്ദേഹത്തിൻ്റെ നല്ല വാക്കുകൾ നൽകുകയും ചെയ്തു. അദ്ദേഹം വീണ്ടും വരുമെന്നും ഇത് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് മാറി വീട്ടിൽ ജനങ്ങൾക്ക് പോകാൻ കഴിയട്ടെ എന്നും വീട്ടിൽ ചെന്നതിന് ശേഷം ഏത് തരത്തിലുള്ള സഹായം നൽകാമെന്നുമുള്ള ഉറച്ച പിന്തുണ നൽകിക്കൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ മടക്കം. ഒപ്പം നമ്മളുടെയും വൈഫ് കണ്ട നെറ്റാണോ? നെറ്റ് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? അതെ, നമ്മുടെ പിന്നെ മറ്റുള്ളിടത്തെ അപേക്ഷയുടെ എല്ലാം നല്ല സംവിധാനം. അല്ല, ഇത് കുറ്റം പറയാനായിട്ട് ഒന്നുമില്ല. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഏറ്റവും മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ബിനോയ് വെള്ളപ്പൊക്കമാണ് സഹായിക്കാൻ വിളിക്കുന്നതായിരിക്കും. ഞാൻ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൽ പോകാൻ പറഞ്ഞു. അവിടെ ഞാൻ തിരിച്ച് നമ്മുടെ വിപണിയുടെ ഒരു കാര്യം എന്തായാലും ആളുകളൊക്കെ എല്ലാവരും സഹായിക്കും. പെട്ടെന്ന് വെള്ളം കയറിയപ്പോൾ ഇങ്ങനെ ഈ കാലിന്റെ ഈ ഒരു അവസ്ഥയിൽ എങ്ങനെ പെട്ടെന്ന് അവിടെ നിന്ന് അയൽപക്കത്തെ ആൾക്കാരൊന്നും എടുത്തോണ്ട് വെള്ളം കയറിയപ്പോ രാത്രി 2 മണിയായി അവരെടുക്കുക. ശരി, ചേച്ചിക്ക് എവിടെ താമസിക്കുന്നത്? ഇവിടെ തന്നെ താമസിക്കുന്നത്. എല്ലാം എന്റെ ഉടമ്പടി മാത്രമുണ്ട്. ഞങ്ങൾ ആ ഉടമ്പടിയോടെ പിന്നെ 2-3 ദിവസമായിരുന്നു. പിന്നെ നമ്മളെല്ലാവരും നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ശരി, എന്നാ പോയിട്ട് വരാം. ഇനി വരാം, വരാം. എപ്പോഴേലും ഒക്കെ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പോകാൻ പറ്റട്ടെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശരി, ഓക്കെ.